ചേട്ടാ, രംഗൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? എടാ മോനെ, സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും, എന്നാൽ ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് കത്തില്ല. ശുഭദിനം. അപ്പോൾ ഗൈസ്, നമ്മൾ പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ലെറ്റ്സ് പ്ലേ ആണ് ഗൈസ്. അതുപോലെ നമ്മുടെ കൂടെ ഇന്നുള്ളത് ആരാ നമ്മുടെ സ്പൈഡർ റൺ ഗൈസ്. നമ്മുടെ സ്പൈഡർ റണ്ണിന് മൈൻക്രാഫ്റ്റ് കളിക്കാൻ ഒരേ ആഗ്രഹം. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, നമ്മൾ സ്പൈഡർ റണ്ണിനെ കൊണ്ട് മൈൻക്രാഫ്റ്റ് കളിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്നൊരു ഗോഡ് സീഡിലാണ് ഗൈസ്. നമ്മൾ ചുമ്മാ വെറുതെ അടിച്ചപ്പോൾ കിട്ടിയ ഗൈസ് അടുത്ത വില്ലേജ്, റൂയിൻഡ് പോർട്ടൽ, വില്ലേജ് ഔട്ട് പോസ്റ്റ്. നമ്മുടെ ലക്കൊന്നും അടിച്ചു ഗൈസ്. അറിയാലോ നമ്മൾ കുറച്ച് ലക്കിയാണ്. ഹിഹി, ആരോടും പറയില്ല, യൂട്യൂബറുടെ അടിച്ചു മാറ്റിയതാ. ഹി അത് വിട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നൊരു ലെറ്റ്സ് പ്ലേ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്പൈഡർ റണ്ണിൽ ലെറ്റ്സ് പ്ലേ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേ അൾട്രായിട്ട് പോയിട്ടുണ്ട് ഗൈസ്. അത് നമ്മുടെ നമ്മുടെ ഇതടിച്ചു പോയതാണ് വേൾഡ്. അപ്പോൾ അതൊക്കെ വിട് ഗൈസ്. നമുക്ക് ഈ റൂയിൻഡ് പോർട്ടലിലേക്ക് ഒന്ന് കത്തിക്കേണ്ട ഗൈസ്. അതിനുവേണ്ടി ആദ്യം നമുക്കൊരു വീട് ആവശ്യമാണ് ഗൈസ്. എന്തായാലും നമുക്കൊരു വീട് വെക്കാട്ടൊരു സ്ഥലമായിരിക്കണം. ഇവിടെ ഒരു മറ്റേ ഫ്ലവർ ബയോമോ എന്നല്ല എന്ന് പറയുക, അതേപോലത്തെ ഒരു ബയോമാണ് ഗൈസ് ഉള്ളത്. ഒരു നമ്മുടെ ഗ്രാസൊക്കെ ഉള്ളത്, അവിടെ ഒരു സ്നോ ബയോം ഉണ്ട് ഗൈസ്. ഇതേപോലത്തെ റെയർ ബയോംസ് ഒക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. ഇച്ചിരി കൂടി പോയി കഴിഞ്ഞാൽ മഷ്റൂം ബയോംസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഫുഡിന് മേടിക്കേണ്ട ഗൈസ്. ഇച്ചിരി കൂടി പോകണം, പക്ഷേ അതെനിക്ക് എവിടെയെന്ന് അറിയത്തില്ല. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് ആദ്യത്തെ കർമ്മമായ നമ്മുടെ മരം വെട്ടിൽ തന്നെ തുടങ്ങാം. മരം വെട്ടി നമ്മുടെ സുധിയണ്ണനെ നമ്മൾ ഇൻസ്പയർ ചെയ്യണം ഗൈസ്. ആദ്യത്തെ മരം നമ്മൾ ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് വെക്കുക, അത് നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചാലോ അവിടെ വെക്കാം ഗൈസ്. ആ ചുമന്നല്ലോ, ഈ പർപ്പിൾ തന്നെ ഇവിടെ വെക്കാം. ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഇവിടെ വലിയ വീട് വെക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ഓരോരോ മരം വെട്ടി തുടങ്ങാം. മരമുള്ള ആവശ്യമുള്ളൂ ഗൈസ്. എന്തായാലും മരം വെട്ടാം. അങ്ങനെ ഗൈസ്, വൈദ്യുതി ഞാൻ ഒരു പ്ലേസ് കണ്ടുപിടിച്ച് ഗൈസ്. അവിടെ മൊത്തം ഒരു ഫ്ലവേഴ്സ് ഏരിയ ആണല്ലോ. അതുകൊണ്ട് അവിടെ മൊത്തം ഫ്ലവേഴ്സൊക്കെ മാറ്റിയെടുക്കും. അതൊക്കെ ഭയങ്കര ഒരു പണിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഈ ഒരു സ്റ്റോണിൻ്റെ പ്ലെയിൻ ഏരിയയുടെ അപ്പോൾ നമുക്ക് അവിടെ തന്നെ വെക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മരം അവിടെ തന്നെ വെച്ചിരിക്കുക ഗൈസാണ്. നമ്മൾ വേറെ അത് പൊട്ടിച്ചിട്ട് വേറെ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വുഡ് ക്രാഫ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഓക്കെ എനിക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ മെയിനാണ്. പിന്നെ ഒരു 8 സ്റ്റിക്ക്, നേരത്തെ ഒരു സ്റ്റിക്ക് 9 സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മൾ. അപ്പോൾ ക്രാഫ്റ്റ് ടേബിൾ ചെസ്റ്റ് അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് നമുക്കൊരു വുഡൻ പിക്കാക്സ് ആൻഡ് ആക്സ് ഉണ്ടാക്കാം. ഫസ്റ്റ് ആക്സ് ഉണ്ടാക്കാം. ഓക്കെ, എന്താ 2 ഉണ്ടാക്കി, സോറി. അപ്പോൾ നമ്മളൊരു പിക്കാക്സ് ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു വീട് പണി തുടങ്ങാം. അതിന് പിന്നെ നമുക്ക് കുറേ മരം വേണം, ഇനിയും മരം വേണം. അത് നമുക്ക് ഈ ഏകദേശം 55-28 സംതിങ് മരമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് പണിയാൻ പോകുന്നത്. നമ്മൾ പതുക്കെ സ്റ്റോണൊക്കെ പൊടിച്ച് ഗ്രാസ് ആക്കും. എന്തായാലും ഇത് മറ്റേ സ്റ്റാർട്ടർ പേസ് അല്ലേ, അപ്പോൾ വലുതായിട്ടൊന്നും പണിയുന്നില്ല ഗൈസ്. നമുക്ക് ചെറിയ കുഞ്ഞു ചെറിയ വീടൊക്കെ, ചിന്ന വീടൊക്കെ നമ്മൾ പണിയത്തുള്ളൂ. ചെറിയ വീട് നമുക്കെന്തായാലും ഒരു ഫസ്റ്റ് തറ കെട്ടാം. നമുക്ക് ഓക്കെ, ഇത് ഭയങ്കര ഈസിയാണ് ഗൈസ്. ഈസി വീടാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മറ്റേ അവിടെ സുധിയണ്ണ മറ്റേ ലെറ്റ്സ് പ്ലേ ജാവ എഡിഷനിൽ ഇപ്പോൾ കറൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വെച്ച് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഗൈസ് ഞാൻ വീഡിയോ ഇടുന്നത്. ഇൻസ്പയർ ആണ് ഗൈസ്, കോപ്പിയല്ല. ഓക്കെ, ഇൻസ്പയർ ആണ്, കോപ്പിയല്ലേ. ഈ ഓൾഡ് ഇതൊക്കെ കിട്ടിയത് മറ്റേ ഇതിൽ നിന്നാണ്, മറ്റേ റൂയിൻഡ് പോർട്ടലിൻ്റെ ചെസ്റ്റിൽ നിന്നാണ്. ഞാൻ ക്രിയേറ്റീവ് പോയി എടുത്താണെന്നും പറഞ്ഞേക്കില്ല. അല്ല, ചിലവരങ്ങനെ പറയുന്നവരുണ്ടേ. ഗൈസ്, നമ്മളെ വീടിൻ്റെ പണി ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. നമ്മുടെ മെകളിൽ നിന്ന് വരെ ഇങ്ങനെ ഇവിടെ വെച്ചാൽ 2 സൈഡ് ഇങ്ങനെ ഫുൾ ഫില്ലാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മരം തീർന്നിട്ടുണ്ട്. നമുക്കിത് വെട്ടാൻ പോകണം. ഓക്കെ, അപ്പോൾ ഗൈസ്, എല്ലാവരുടെയും താജ്മഹൽ പോലെ തന്നെ എൻ്റെയും ഒരു താജ്മഹലാണ് ഗൈസ്. ഇത് നമ്മുടെ സ്റ്റാർട്ടർ പേസിനെ നമ്മൾ താജ്മഹൽ എന്നാണ് ഗൈസ് വിളിക്കുന്നത്. ഫുൾ ഓഫ് ബിൽഡിംഗ് വുഡ്. നമ്മുടെ TMT സ്റ്റീൽ ബാസ്, കാറ്റാടി TMT സ്റ്റീൽ ബാസ് ഒന്നും ഇല്ലാതെ നമ്മളൊരു വുഡായിട്ടാണ് ഗൈസ് പണിയിരിക്കുന്നത്. നമ്മൾ ഈ വീട് മാത്രമല്ല ഒരു കുഞ്ഞ് ഫുഡ് ഫാം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് പേഴ്സണിൽ ഇടട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇച്ചിരി ചടങ്ങാണ് ഫസ്റ്റ് പേഴ്സൺ. ഓക്കെ, നമ്മുടെ സ്കിന്നൊക്കെ എങ്ങനെയാണെന്ന് പറയാം ഗൈസ്. സ്പെർമാൻ സ്കിൻ. ഓക്കെ, നമ്മുടെ ഫാം വരുന്ന ഇച്ചിരി ബാക്കിലോട്ടാണ്, അവിടെയാണ് വെള്ളമുള്ളത് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ടോർച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, മോപ്സ് ഒന്ന് സ്പോണായിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഡേർട്ടൊക്കെ കുറവുകൊണ്ട് ഞാൻ ഇവിടെയാണ് കൊണ്ട് വെച്ചത്. വെള്ളവും ഇല്ലല്ലോ, വെള്ളം ഇവിടെ വിശാലമായി കിടക്കുന്നതുകൊണ്ട് ഇവിടെ കൊണ്ട് അവിടെ നിന്ന് ഡേർട്ട് എടുത്ത് ഇവിടെ കൊണ്ട് വെച്ച്. അവിടെ ക്യാരറ്റും പൊട്ടറ്റോയാണ് ഞാൻ വില്ലേജിൽ നിന്ന് എടുത്തതാണ് ഗൈസ്. ഇവിടെ പൂവൊക്കെ വെച്ച് വിൻഡോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെറുതെ സ്റ്റാർട്ടപ്പ് പേസ് ഇച്ചിരി ഭംഗിയൊക്കെ വേണമെന്ന് വെച്ചിട്ടേക്കും.
കേസ് ഇതാണ് ഇൻറ്റീരിയർ, വലിയതൊന്നുമില്ല. ഒരു ബെഡ്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ, ഒരു ഫർണസ്, ഒരു ചെസ്റ്റ്, പിന്നെ കുറച്ച് ടോർച്ച്. ഇത്ര ഉള്ളു ഗൈസ് നമ്മുടെ ഫർണസിലൊരു റാബിറ്റ്. അയ്യോ, നമ്മളൊരു ക്യാരറ്റ് കാണിച്ച് ഒരു റാബിറ്റിനെ കൊന്നിച്ച് തിന്നട്ടെ. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു കൊച്ചു വീഡിയോ എന്ന് പറയുന്നതാണ് ഗൈസ് നമ്മൾ മൈൻക്രാഫ്റ്റ് തുടങ്ങി ഒരു വീഡിയോ ഉണ്ടാക്കി. ഇതാണ് ഗൈസ് ഇന്നത്തെ കൊച്ചു വീഡിയോ. അപ്പോൾ നാളെ അടുത്ത വീഡിയോ എപ്പിസോഡിൽ നമ്മൾ അയൺ മൈൻ ചെയ്യാൻ പോകും. നമ്മളൊരു ഫുൾ ഓഫ് അയൺ ആർമർ ആവുന്നതായിരിക്കും ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോ ആണ്. ഓക്കെ, ബൈ.